CITU ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹണി ബാലചന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ഇതിപ്പോൾ ആരും അറിയാതെയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ് KSRTC ബസിന്റെ സർവീസ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. എപ്പോഴാണ് ഈ പരിപാടി തീരുമാനിച്ചിരുന്നത്? ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ താങ്കൾക്ക് അറിയാമോ? ഇതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പോ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഇപ്പോഴാണ് അതിനെ സംബന്ധിച്ച് അറിയുന്നത്. കൂടുതൽ കാര്യങ്ങൾ നാളെ രാവിലെ അറിയാൻ കഴിയും. തീർച്ചയായും അതിനുശേഷം കൃത്യമായി അത് പറയാൻ കഴിയും. ഇത്തരത്തിൽ ഒരു ആരോപണം നേരിടുന്ന MLA അല്ലെങ്കിൽ ഒരാൾ ഇത്തരത്തിലൊരു പരിപാടിയിലേക്ക് പൊതുപരിപാടിയിലേക്ക് വരുന്നു എന്നുള്ളത് അവിടെ വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾക്കൊക്കെ സാധ്യമായ ഒരു സ്ഥലമാണ്. എന്നാൽ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ താങ്കളുടെ ഭാഗത്തു നിന്നും എന്താണ് പ്രതികരണം? പ്രതിഷേധം ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും പകൽ സമയത്ത് അതല്ലെങ്കിൽ ഒരു പൊതുപരിപാടി എന്ന നിലയിൽ എല്ലാവരും അറിഞ്ഞുള്ള ഒരു പരിപാടിയല്ലല്ലോ ഉണ്ടായത്. അവിടെ രഹസ്യമായി ആണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നാളെ പറയാൻ കഴിയും. രഹസ്യമായി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു KSRTC ബസിന്റെ ആണ് സർവീസ് ഉദ്ഘാടനം നടത്തുന്നത്. അത് സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങ് കൂടിയാണ്. അത്തരം ഒരു പരിപാടിയിലേക്ക് ഒരാൾക്ക് രഹസ്യമായി അങ്ങനെ വരുവാൻ പറ്റുമോ? അത് എന്താണ് അതിന് പിന്നിൽ സംഭവിച്ചത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അതാണ് ഞാൻ പറയുന്നത്. അവിടുത്തെ നമ്മുടെ യൂണിറ്റ് ഓഫീസർ അടക്കമുള്ള അധികാരികളുമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷം അവിടെ എന്താണ് അവിടുത്തെ ട്രേഡ് യൂണിയൻ അടക്കമുള്ള നമ്മുടെ തൊഴിലാളികളുമായിട്ടെല്ലാം ഒന്ന് സംസാരിച്ചതിന് ശേഷം അത് അവിടെ എന്താണ് സംഭവിച്ചത് പറയാൻ കഴിയും. ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, ഇതിന് എതിരായിട്ടുള്ള തുടർ പ്രതിഷേധങ്ങൾക്കൊരു സാധ്യതയുണ്ടോ? അത് തന്നെ ഞാൻ പറഞ്ഞ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പൊ അറിവില്ല. അപ്പൊ നിങ്ങൾ പറയുമ്പോൾ മാത്രമാണ് നമ്മൾ ഇത് അറിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള പ്രതിഷേധങ്ങളെ സംബന്ധിച്ചൊന്നും ഇതുവരെ KSRTC ജീവനക്കാർ എന്ന നിലയിൽ അങ്ങനെ ആലോചിച്ചിട്ടില്ല. അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, നാളെ അത് അറിയാൻ കഴിയത്തുള്ളൂ. തീർച്ചയായിട്ടും അത് അന്വേഷിച്ചിട്ട് ബാക്കി വിവരങ്ങളെ സംബന്ധിച്ച് പറയും. ശരി, വളരെയധികം നന്ദി.